ഏഴാം ഭാവത്തിൻ്റെ തുടർച്ചയായിട്ട് ഏഴിൽ രാഹു നിന്നാൽ ഭാര്യ ഭർത്തൃനാശം, വിവാഹ തടസ്സം, വൈവിധ്യം, ദുർനടപ്പ്, തൻ്റെ നിലവാരത്തിൽ താഴ്ന്ന സ്ത്രീ പുരുഷനുമായി ബന്ധം, വഞ്ചിക്കപ്പെടുക, പുനർവിവാഹം, ഭാര്യ ഭർത്താവ് തമ്മിൽ വേർപിരിഞ്ഞ് ജീവിക്കേണ്ടി വരിക. ഏഴിൽ കേതു നിന്നാൽ തൻ്റെ മഹിമയ്ക്കു ചേരാത്ത സ്ത്രീകളുമായിട്ട് ബന്ധം, സഞ്ചാരപ്രിയൻ, വിരൂപിയായ ഭാര്യ അഥവാ ഭർത്താവ്, അംഗഹീനമുള്ള ഭാര്യ അഥവാ ഭർത്താവ്, ഭാര്യ പതിവ്രതയായിരിക്കും. ഏഴിൽ ഗുളികൻ നിന്നാൽ വിവാഹപ്രാപ്തി ഇല്ലായ്മ, ഭാര്യ ഭർത്താവിനെ സംശയിക്കുന്നയാൾ, കളത്ര ദുരിതം, ഏത് ക്രൂരതയും ചെയ്യാൻ മടിയില്ലാത്ത ആൾ, മലിനമായ സ്ത്രീ അഥവാ പുരുഷ ബന്ധം. അപ്പം ഇവിടെ വിവാഹം, ഏഴാം ഭാവത്തിനെ കുറിച്ച് വിവാഹം പറയുന്നത് ഏഴാം ഭാവാധിപൻ്റെ ദശ അപഹാരകാലം, ഏഴാം ഭാവാധിപൻ്റെ അംശകാധിപൻ്റെ ദശ അപഹാരകാലങ്ങളിൽ, ഗ്രഹനിലയിൽ രണ്ടാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ്റെ അപഹാരകാലങ്ങളിൽ, ഒൻപതാം ഭാവാധിപൻ്റെ ദശ അപഹാരകാലങ്ങളിൽ, പത്താം ഭാവാധിപൻ്റെ ദശ അപഹാരകാലങ്ങളിൽ, ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹത്തിൻ്റെ ദശ അപഹാരകാലങ്ങളിൽ, ഏഴാം ഭാവാധിപൻ്റെ കൂടെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശ അപഹാരകാലങ്ങളിൽ, ശുക്രൻ്റെ ദശ അപഹാരകാലങ്ങളിൽ, ഏഴാം ഭാവത്തിൽ കേതുവിൻ്റെ കൂടെ വേറെ ഒരു പാപഗ്രഹം നോക്കുക അഥവാ ഏഴാം ഭാവത്തിൽ പാപമധ്യസ്ഥിതി വരികയാണെങ്കിൽ വിവാഹം നടക്കുകയില്ല. ഏഴാം ഭാവത്തിൽ ഒന്നിൽ കൂടുതൽ പാപികൾ നിൽക്കുകയും ശുഭഗ്രഹ യോഗദൃഷ്ടി ഇല്ലാതെയും വന്നാൽ അഥവാ ശുക്രൻ നീചസ്ഥിതിയും വന്നാൽ വിവാഹം നടക്കുന്നില്ല. ഇതാണ് ഏഴാം ഭാവത്തിൽ വിവാഹത്തിൻ്റെ ഫലം പറയുന്നത്.